ദേവാ 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 താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ താതാ നീ സംഗീത മധു പകരൂ എങ്ങനെ എടുക്കും ഞാൻ എങ്ങനെ ഒഴുക്കും ഞാൻ എങ്ങനെ എടുക്കും ഞാൻ എങ്ങനെ ഒഴുക്കും ഞാൻ എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ 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 താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ താതാ നിൻ സംഗീത മധു പകരൂ കാനനശലഭത്തിൽ കണ്ടത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ നിത്യസുന്ദരമാമി ഭൂലോകവാടിയിൽ ഉദ്യാന പാലകൻ നീയല്ലോ നിത്യസുന്ദരമാമി ഭൂലോകവാടിയിൽ ഉദ്യാന പാലകൻ നീയല്ലോ ദേവാ 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 താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ താതാ നിൻ സംഗീത മധു പകരൂ താതാ നിൻ കൽപ്പനയാൽ പൂവനം തന്നിലൊരു പാതിരപ്പൂവായി വിരിഞ്ഞു ഞാൻ പൂമണമില്ലല്ലോ പൂന്തേനുമില്ലല്ലോ പൂജയ്ക്കു നീ എന്നെ കൈക്കൊള്ളുമോ പൂമണമില്ലല്ലോ പൂന്തേനുമില്ലല്ലോ പൂജയ്ക്കു നീ എന്നെ കൈക്കൊള്ളുമോ ദേവാ 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 താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ താതാ നീ സംഗീത മധു പകരൂ എങ്ങനെ എടുക്കും ഞാൻ എങ്ങനെ ഒഴുക്കും ഞാൻ എങ്ങനെ എടുക്കും ഞാൻ എങ്ങനെ ഒഴുക്കും ഞാൻ എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ 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 പോലും എൻജിനീയറിംഗ് ജോലി ടെക്നോ പാർക്കിൽ പോയി അങ്ങനെ മോള് എന്താണ് ചെയ്യുന്നത് ആ പഴയ പ്രശാന്ത് നഗർ ആ ഒരു സമയ ഒരു സൊസൈറ്റി നമുക്ക്
വാസ്തവത്തിന് ചലനാത്മകതയില്ല, ചലനാത്മകത ഇതിനുള്ള കാര്യം ബോധ്യമാണ്. അതിൻ്റെ എല്ലാ ദിവസവും നമ്മൾ നേരത്തെ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പറയരുത്. കാരണം അത് ചെയ്യുന്ന ആൾ എന്നോടൊപ്പം ചേരാവുന്നത് നന്നായിരുന്നു. നമുക്ക് തോമസ് സാറിനെ ഒരു സ്വീകരണം കൊടുക്കാം. അത് ഞങ്ങളുടെ പെൻഷനേഴ്സ് അസോസിയേഷൻ ഈ ഇത് എടുക്കല് ചെറിയാൻ ഡൽഹിയിൽ നിന്ന് വരിക. ഡൽഹി ജയരാജ് വലിയശാല ചിത്രത്തിൽ വാങ്ങി. എൺപതാം പിറന്നാൾ പ്രമാണിച്ച് തോമസ് സാറിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഒത്തുചേരുന്ന ഈ സായനാഥ് സദസ്സിലേക്ക് സംസാരങ്ങൾ ആ രീതിയിലൊന്നും ഇന്നത്തെ ഈ ചടങ്ങിൽ നമ്മൾ സങ്കല്പിക്കുന്നില്ല. വൈകുന്നേരം എത്തിച്ചേരാൻ പറ്റുന്നവർക്ക് തോമസ് സാറിനോട് നേരിട്ട് ചെറിയ വാക്കുകളിൽ ഇവിടെയും വന്ന് അവതരിപ്പിക്കാവുന്ന
ആദ്യകാലം മുതൽ നേതൃത്വം നൽകി വന്ന ഒരാൾ എന്ന നിലയിലാണ് ഞാനൊക്കെ തിരുവനന്തപുരത്ത് വന്ന കാലം മുതൽ തോമസ് സാറിനെ കാണുന്നത്. വളരെ നിശബ്ദനായി, എന്നാൽ തനിക്ക് ഏറ്റവും ഇത്തരം ഒരു അവസരത്തിൽ അദ്ദേഹത്തെ കുറിച്ച് സുഹൃത്തുക്കളൊക്കെ കൂടി വീണ്ടും നല്ല വാക്ക് പറയുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും എന്നെ ബോധ്യപ്പെടുത്തുകയും ഇത് കഴിഞ്ഞിട്ട് വേണ്ടു എൻ്റെ അസുഖം എന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾ ചരിത്ര നിരൂപണം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു മാസിക നടത്തിയിരുന്നു. എത്ര നമ്മോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് വളരെ ചുരുക്കി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രീ എം തോമസിനെ ഞാൻ അറിയുന്നത് സിനിമയിൽ ബന്ധപ്പെട്ടാണ്. ഇവിടുത്തെ നമ്മുടെ IFFK ഇതൊരു വലിയ ചലച്ചിത്രോത്സവമായി മാറിയതിൻ്റെ പിന്നിൽ ശ്രീ എം തോമസിൻ്റെ വലിയ സംഭാവനയുണ്ട്. അത് അധികം പേർക്ക് അറിയത്തില്ല. എന്നെക്കാളും പ്രഗത്ഭരായ പലരും ഇവിടെ പ്രസംഗിക്കാനുണ്ട്. തിരുവനന്തപുരത്ത് നല്ല സിനിമയ്ക്ക് വേണ്ടി നിലകൊണ്ട, വർഷങ്ങളായിട്ട് നിലകൊണ്ട ആ സൊസൈറ്റിയുടെ രക്ഷാധികാരി എന്നും അതിൻ്റെ അത് എന്ന് പറയുന്ന ഡോക്ടറാണ്. നമ്മളൊക്കെ പറയുന്ന ഡോക്ടറാണ്. ആ ഡോക്ടറാണ് കുറച്ച് കാലമായിട്ട് അതിൽ നിന്ന് മാറി നിന്ന് എത്തിച്ചേർന്ന കാലത്ത് അന്ന് ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ തുടങ്ങിയ കാലമായിരുന്നു. അന്ന് ആളുകൾ വളരെ കുറവായിരുന്നു കാഴ്ചക്കാരായിട്ട്. എന്നോട് ചോദിച്ചിട്ടാണ് ഏത് സിനിമയാണ് കാണേണ്ടത് എന്തൊക്കെ ലിസ്റ്റിലൊക്കെ മാർക്ക് ചെയ്യുന്നത്. എപ്പോഴും ഒരു സ്വസ്ഥനും ശാന്തനായി ആലമ്പട്ടിൽ ഒരുപാട് പേരുടെ കാര്യം അവരുടെയൊക്കെ പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. പക്ഷേ തോമസിനെ കാണുമ്പോൾ നമ്മൾ ഏറെ തലക്കുടി ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ മണിമത്തിൻ്റെ ഒരു ഭാഗം വരും. അങ്ങനെ ഒരു ചെറിയ ഒരു മാസം ഒരു ഇടക്കൽ തന്നെയാണ് തോമസിയേട്ടൻ. തോമസിയേട്ടൻ ജീവിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ല ഒന്നും വെട്ടിപ്പിടിക്കുവാനുള്ള ഒരു വ്യക്തതയില്ല. ഞാൻ കുട്ടികളെ ഞെട്ടിപ്പോയി, നിരാശരാക്കി. തങ്ക ടീച്ചറിനെ കൂടെ വിളിച്ചോണ്ട് വരണമെന്ന് ഇങ്ങനെ വിചാരിച്ചാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് ശുഭ്രവസ്ത്രം പോലെ ശുഭ്രവർണ്ണമാർന്നതാണ്. നിഷ്കളങ്കമായ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സവിശേഷത. തോമസ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, പ്രിയ സുഹൃത്തുക്കൾ, ഇവരെല്ലാം ആദ്യമായി അഭിവാദ്യം ചെയ്യുക. തോമസുമായുള്ള ബന്ധം അതുപോലെയുള്ള ഒരു സൗഹൃദ ബന്ധമാണ് ഗോപാലകൃഷ്ണനും തോമസും തമ്മിലുള്ളത്. അത് യാതൊരു ഒരു മാറ്റമോ വ്യത്യാസമോ ഒന്നും തന്നെയില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഒരേ രീതിയിലുള്ള സൗഹൃദം ഞങ്ങളൊക്കെ
അടൂർ സാറ് തോമസ് സാറിൻ്റെ കേക്ക്. അനൗപചാരികമായ ബന്ധമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വളരെ സ്നേഹസമ്പന്നനാണ് തോമസ്. അതുകൊണ്ട് തോമസിൻ്റെ 80-ാം വയസ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, മറ്റൊരു മീറ്റിംഗ് പറഞ്ഞിട്ട് തോന്നുന്നുണ്ട്. 80-ാം വയസ്സ് മറ്റൊരു വയസ്സൊന്നുമല്ല, അങ്ങനെ കരുതി പിൻവാങ്ങരുത്. വളരെ 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 ഉത്തേജിതനായിട്ട് തന്നെ നടക്കണം എന്നൊക്കെ പറയാനുണ്ട്. തോമസ് അങ്ങനെയുള്ള ഒരാള് ഈ കണ്ട സിനിമകളെ പറ്റി ഒക്കെ എഴുതുക എന്നുള്ള ഒരു വഴി ബ്ലോക്ക് ചെയ്യണ്ട, വഴി ബ്ലോക്ക് തീരെ നിർവഹിക്കുന്നില്ല. സമയത്തിന് അദ്ദേഹത്തിന് ഞാൻ ഓർമ്മിപ്പിക്കാനാണ് എഴുതണം. തോമസ് മാഷ് എന്നെ വൈകുന്നേരം വിളിച്ച് പറഞ്ഞു, രാവിലെ വിളിച്ച് പറഞ്ഞു ഇവിടെ വർത്തമാനമൊന്നും ഉണ്ടാവില്ല, നിങ്ങളൊന്ന് വന്ന് ചായ കൊടുത്ത് പോയോ ചെയ്യണം, വർത്തമാനം ഉണ്ടാവില്ല എന്ന് കരുതിയാണ്. പക്ഷേ ഗോപാലകൃഷ്ണനൊക്കെ ഇവിടെ വന്ന സ്ഥിതിക്ക് അദ്ദേഹമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഒന്നും വിചാരിച്ച് പറയാനില്ല. തോമസ് മാഷ് എനിക്ക് വളരെ വർഷങ്ങളായിട്ടാണ് വിളിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ നാടുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആലീസ് എക്സ്ട്രാ താല്പര്യമുണ്ടായിരുന്നു. വർത്തമാനമൊന്നുമില്ല, കൂടിയാൽ മതിയെന്നാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സാഹസിക തോമസ് സാറിൻ്റെ കൂട്ടുകാർക്ക് നമസ്കാരം. തോമസ് സാറിൻ്റെ പിറന്നാൾ ആശംസകൾ നേരുന്നതോടൊപ്പം അദ്ദേഹം ഈ നമുക്കൊക്കെ മാതൃകയായിട്ട് ഞങ്ങളെപ്പോലുള്ളവരുടെ മുമ്പേ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം ചേരാവുന്നത് നന്നായിരുന്നു. നമുക്ക് തോമസ് സാറിനെ ഒരു സ്വീകരണം കൊടുക്കാം. കഴിയുന്ന മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. എല്ലാം ഞാൻ വരില്ലായിരുന്നു. എല്ലാവർക്കും എൻ്റെ രാജപക്ഷിയാണ്. Namaskaram. Good evening to you all. Very happy to see that the hall is full of faces who came to celebrate the 18th century of our friend today when I can attend for movies. നാളെ രാവിലെ ഞാൻ വീട്ടിൽ വരും. സ്വല്പം എടുക്കാവുള്ളൂ കേട്ടോ. ഞാൻ ഒരു പ്രോഗ്രാം ചെയ്യാനാണ്. രാവിലെ ഞാൻ ഒരു ബുക്ക് എടുത്ത് വെച്ചേക്കണം. ഇന്ന് ഇറക്കിയ ബുക്ക് അവിടെ എടുത്ത് വെച്ചേക്കണം കേട്ടോ, മറക്കരുത്. ഇങ്ങനെ പിടിച്ചിരുന്നത് മതി കേട്ടോ, കുറച്ച് അടുത്തോട്ട് കളിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ടെക്നോപാർക്കിലെ പ്രതിധ്വനി എന്ന സംഘടനയാണ് പ്രതിനിധീകരിക്കുന്നത്. ഞങ്ങളുടെ സംഘടനയുടെ വളർച്ചയ്ക്ക് തോമസ് മാഷിൻ്റെ സംഭാവന വളരെ അതുല്യമാണ്. ഞങ്ങൾ
ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തനം ടെക്നോ പാർക്കിൽ തുടങ്ങുന്നത്. അതോടൊപ്പം നമ്മുടെ ഒരു സൗഹൃദം കാര്യം പ്രതിധ്വനിയുടെ വളർച്ചയിൽ തന്നെ ടെക്നോ പാർക്കിൽ നിന്നുള്ള സംസ്ഥാനം ഒന്നിച്ചാണൊക്കെയാണ് അവസരങ്ങളെ കുറിച്ച് ആലോചിക്കുന്നില്ല. 11 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. നേരത്തെ 100 വർഷം പറഞ്ഞ കാര്യം ആവർത്തിക്കാൻ ആഗ്രഹിക്കില്ല. അദ്ദേഹത്തിന് വേണ്ടത്ര ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല. ഒട്ടേറെ സിനിമകൾ കണ്ടിട്ടുള്ള സിനിമയെക്കുറിച്ച് ഇത്രയും വിശാലമായ കാഴ്ചപ്പാടുള്ള അവസരം ഇനിയും പലതും കിട്ടാറുണ്ട്. അദ്ദേഹം വൈകാതെ എഴുത്തുകളിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കാര്യം 80ാം ജന്മദിനവുമായി ബന്ധപ്പെട്ട ഈ സൗഹൃദ സംഗമത്തോടൊപ്പം ഒരു ചെറിയ പുസ്തകത്തിൻ്റെ അദ്ദേഹം രചിച്ച ചെറിയൊരു പുസ്തകത്തിൻ്റെ പ്രകാശനം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. സിനിമ അവബോധത്തെയും സിനിമ സിനിമ കാണുകയും നല്ല സിനിമ അദ്ദേഹത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലേക്ക് എല്ലാവരും കൂടി വലിയ പ്രധാനമായി മാറിയതായി നമുക്കറിയാം. എത്ര ദിവസം നേരിട്ട് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ വിളിച്ചു വന്നേ പറ്റും. കാന്തന്റെ സ്ഥലം എത്ര ബുദ്ധിമുട്ടാണ്. വളരെ മൂർച്ചയോടുകൂടി എഴുതിയിട്ടു. അത് നിരവധി സിനിമകൾ ഞാൻ നിങ്ങളും കണ്ടതാണ്. ഒന്ന് സന്ദീപ് റായിയെ കുറിച്ചുള്ള ഒരു ലേഖനം, കഥകൾ അദ്ദേഹം എഴുതുന്നു. റോസോവയുടെ പ്രസിദ്ധമായ നിരവധി അദ്ദേഹത്തിൻ്റെ ഏറ്റവും സാറുമായിട്ടുള്ള എൻ്റെ ബന്ധം മലയാളത്തിലെ ഒരാൾ ഇന്ന് വന്നില്ല നമ്മളെ വീട്ടിനടുത്ത് അതിൻ്റെ അപ്പുറത്താണ്. അന്ന് ഇറങ്ങുമോ? അതിൻ്റെ ചരിത്രമൊക്കെ എന്താണ് കേട്ടോ. നമുക്ക് ഇരിക്കാം കേട്ടോ. അല്ല അത് നമുക്ക് അതൊന്നും ഇല്ലാതിരിക്കാൻ പറ്റുന്ന. അതുകൊണ്ട് തന്നെ തോമാച്ചൻ്റെ 80ാം പിറന്നാൾ
ഇത്ര ഭംഗിയായി ആഘോഷിക്കാൻ സ്നേഹസംഗമമായി ആഘോഷിക്കാൻ ലൂയിസ് സംസാരിക്കും. ചെലവഴിക്കാനുണ്ട്. അപ്പോൾ തോമസാറിനോട് സംസാരിച്ചിട്ട് നമുക്ക് കൂടുതൽ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് തോമസാറുമായിട്ട് കാണാൻ നല്ല കിനാവോ. സാർ ഇത് ഭയങ്കര ശബ്ദം. സാർ ഇത് എഴുത്ത് തുടങ്ങി ഈ ക്രിട്ടിസിസൊക്കെ എഴുതാൻ തുടങ്ങിയിട്ട് എത്ര വർഷമാണായത്? ചെമ്മീനെ പറ്റി എഴുതിയിട്ടില്ലേ? ചെമ്മീൻ അതായത് 60 കൊല്ലം കഴിഞ്ഞു. ഇതുവരെ എത്ര ബുക്ക് എഴുതി? ബുക്ക് 9 പുസ്തകം, സിനിമാ പുസ്തകങ്ങൾ. ഇല്ല, മൊത്തം എത്ര എഴുതിയത്? അതന്നെ. പിന്നെ ഒരു നോവൽ എഴുതിയിരുന്നു. ചെറുപ്പകാലത്തെ ഓരോ കളിത്തമാശകളൊക്കെ. കിടക്കട്ടെ. അപ്പം നീ ഡ്രസ് കണ്ടാൽ തന്നെ